നമസ്തേ. 27/12/2024 വെള്ളിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. ഈ വെള്ളിയാഴ്ച ശാർദ്ധവും പിറന്നാളും വിശാഖം നാളിനാണ് കേട്ടോ. ശാർദ്ധവും പിറന്നാളും വിശാഖം നാളിന്. ഇനി നക്ഷത്രഫലം നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഇത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. കൂടാതെ വ്യക്തിപരമായ ഫലം അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 27/12/2024 വെള്ളിയാഴ്ച. കന്നി, മകരം, കുംഭം രാശിക്കാർക്ക് ശുഭവും, ഇടവം, വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, മേടം, തുലാം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, കർക്കിടകം, ചിങ്ങം, ധനു, മീനം രാശിക്ക് കഠിന ദോഷവും ഉള്ള സമയം ആണ്. ഈ ഫലങ്ങൾ നന്നായി നാമം ജപിക്കുകയൊക്കെ ചെയ്ത് ഈശ്വരാരാധനയൊക്കെ നടത്തിയാൽ പരിഹാരമുള്ളതാണ് ഈ ചാരഫലം അഥവാ ഈ നക്ഷത്രഫലം. അതുകൊണ്ടാണ് ഇതിനെത്ര പ്രാധാന്യമുണ്ടായത്. അതുകൊണ്ട് ദോഷങ്ങൾ പറയുന്നവർ നല്ല ഈശ്വരാരാധനയൊക്കെ നടത്തി നന്നായി ദോഷത്തെ പരിഹാരം വരാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതിന് പരിഹാരം കിട്ടും. പിന്നെ ജാതകം അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതും മനസ്സിലാക്കി വേണം ഇതിനെ സമീപിക്കാൻ. ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ഈ ജാതകഫലം സഹായിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓരോ നാളിൻ്റെയും ഓരോ കൂറിൻ്റെയും നാളൊക്കെ പറഞ്ഞ് ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. സുഹൃത്തുക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായ നഷ്ടങ്ങളൊക്കെ സുഹൃത്തുക്കൾ മുഖാന്തരമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ട് എന്തെങ്കിലും കാര്യം നടക്കുന്നതിന് വേണ്ടി ഇറങ്ങിയാൽ അതിനൊക്കെ പലവിധ തടസ്സങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്തും ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. യാത്രകളൊന്നും ചെയ്യാൻ അത്ര അനുകൂലമായ ഒരു സമയമൊന്നും ആയിരിക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് അപമാനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളുമായിട്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി ഒക്കെ ഉപയോഗിക്കുന്നവർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഗുണദോഷ സമ്മിശ്രമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ചെറിയ തോതിലുണ്ടാകും. മനസ്സിനൊരു സന്തോഷവുമൊക്കെ തോന്നും. ആരോഗ്യപരമായി അല്പം മേന്മയുണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായ വരവുണ്ടാകുന്ന പോലെ തന്നെ സാമ്പത്തികമായ ചിലവും ഉണ്ടാകും. ശത്രുക്കളുമായി ചില കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചാൽ നന്നായിരിക്കും. മക്കളുമായി ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിലും അവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാവും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഒരു കാര്യവും നടക്കാതെ വരിക, ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചില തടസ്സങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക, അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലം പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക, ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ, യാത്രകളൊക്കെ അനുകൂലമല്ലാതെ വരിക അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുക. പൊതുവെ ഇന്ന് മനസ്വസ്ഥ വളരെ കുറവുള്ളൊരു ദിവസമായിരിക്കും ഇത്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം കർക്കിടകൂറുകാർക്കും അതേപോലെ തന്നെയാണ്. അനുകൂലമല്ലാത്ത ദിവസമാണ്. വളരെ ദോഷമുള്ളൊരു ദിവസമാണ്. കഠിന ദോഷമാണ്. കർമ്മതടസ്സവും രോഗവും കലഹവും അധിക ചെലവും ഭാര്യ കലഹവും പുത്രകലഹവും ഒക്കെ ആയിട്ട് അപമാനവും മനസ്വസ്ഥ കുറവൊക്കെ ആയിട്ട് കർക്കിടകക്കാർക്കും വളരെ കഠിനമായ ദോഷം അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്കും അനുകൂലമല്ല.
കഠിനമായ ദോഷം തന്നെയാണ്. കുടുംബത്തിലുള്ളവരുമായിട്ട് കലഹവും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന മനോദുഃഖവും കുടുംബസ്വസ്ഥതയില്ലായ്മയും മാതൃപിതൃസ്ഥാനീയരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അപകീർത്തിയും അപകടങ്ങളും ഒക്കെ ഉള്ള സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസവും കൂടെയാണ് ഇത്. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി. കന്നിക്കാർക്ക് ഗുണകരമാണ്, ശുഭകരമായ ദിവസമായിരിക്കും. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നല്ല ദിവസമായിരിക്കും. പ്രതാപശക്തി, ബന്ധുഗുണം, ധനം, മനസ്സുഖം, ആത്മവിശ്വാസം, കാര്യവിജയം, തൊഴിൽ രംഗത്തൊക്കെ നേട്ടങ്ങൾ, ഇങ്ങനെ ധനപരമായ അനുകൂലമായ സ്ഥിതി, ഇങ്ങനെ പൊതുവെ കന്നിക്കൂറുകാർക്ക് അനുകൂലമാണ്. ഇനി വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് കേട്ടോ തുലാം രാശി. ഇനി നമ്മൾ പറയുന്നത് വൃശ്ചിക രാശിയുടെ ഫലമാണ്. വൃശ്ചിക രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അനുകൂലമല്ലാത്ത യാത്രകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കലഹം, നഷ്ടം ഇതൊക്കെ വരുമെങ്കിലും വളർത്തുമൃഗങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായൊരു സമീപനം ഉണ്ടാവും. കാരണം അവരിൽ നിന്ന് ലാഭം ഉണ്ടാവും, നേട്ടം ഉണ്ടാവും. അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ മനസ്സിന് വളരെയധികം ഒരു സുഖവും കുളിർമയും ഒക്കെ നൽകും. കുടുംബത്തിൽ ഒരു ചെറിയ സ്വസ്ഥതയൊക്കെ ഉണ്ടാകും. എന്നാൽ ചെറിയ കലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സ്വസ്ഥമായ ഒരു അന്തരീക്ഷമായിരിക്കും. മക്കളിൽ നിന്നൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായാലും അവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്താണെങ്കിലും പൊതുവെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എന്നാലും ഒരു ഭാഗ്യക്കുറവ് വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ്, ശ്രദ്ധിക്കണം. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുവിന് കഠിന ദോഷമുള്ള സമയമാണ്. ഒട്ടും ദൈവാധീനമില്ലാത്തൊരു സമയമാണ്. കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും ധനനഷ്ടവും ഒക്കെ ഉണ്ടാകും. അതായത് വാക്കുകൾ വളരെ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടെ കരുതലുകളോടെ ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടെയാണ് ധനുക്കൂറുകാർക്ക്. മറ്റുള്ളവരിൽ നിന്ന് അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ലഹരി പദാർത്ഥങ്ങൾ വളരെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ധനുരാശി. ഇനി മകരം, ഉത്രാടം അവസാന കാൽഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ്. ധനനേട്ടവും പുത്രസുഖവും പ്രഭാവവും സ്ഥാനനേട്ടവും രോഗമുക്തിയും അംഗീകാരവും കുടുംബസുഖവും ഒക്കെ ലഭിക്കുന്ന പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. കുംഭം രാശിക്കും അനുകൂലമാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി മുക്കാൽ. കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ്. ധൈര്യവും ശത്രുനാശവും പുത്രസുഖവും തൊഴിൽ നേട്ടവും കർമ്മഗുണവും ധനപരവും കാര്യവിജയവും ദേഹസുഖവും ഒക്കെ ആയിട്ട് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല, കഠിനദോഷമാണ്. മനോദുഃഖവും കടവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായി കലഹവും വാഹന നഷ്ടവും അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടവും അപവാദവും കുടുംബസ്വസ്ഥതക്കുറവും ഒക്കെ ആയിട്ട് ഒട്ടും ഈശ്വരാധീനമില്ലാത്ത ഒരു സമയത്തിലൂടെയാണ് മീനം രാശിക്കാർ പോകുന്നത്. ഇത് നന്നായി നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക, ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്താൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ വളരെയധികം കുറവ് വരുന്ന ഒരു സമയമാണ്, കുറവ് വരുന്ന ഫലങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഈശ്വരാരാധന നടത്തുക. ദോഷം പറഞ്ഞിട്ടുള്ളവർ, ഗുണം പറഞ്ഞിട്ടുള്ളവർ നന്നായി ഈശ്വരാരാധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ ഗുണത്തെ കൂടുതൽ ഗുണകരമാക്കാൻ കഴിയും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.